റോഷിബാലിന്റെ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ ഗവർണറുടെ മലയാളത്തിലുള്ള പ്രതികരണം, വിവാദങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. യാത്രയപ്പിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളുമില്ല. ഉദ്യോഗസ്ഥലത്തുള്ള യാത്രയപ്പ് ഇന്നലെ തന്നെ കഴിഞ്ഞു. അപ്പോൾ കേരളവുമായുള്ള ബന്ധം തുടരും എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ് അല്ലേ? സ്മൃതി, സർക്കാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അവഗണിക്കുമ്പോഴും ഗവർണർ ഇപ്പോൾ തൽക്കാലത്തേക്ക് വിവാദങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യങ്ങളിൽ നിന്ന് ഗവർണർ കൃത്യമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തുകൊണ്ട് സർക്കാർ ഗവർണർക്ക് യാത്രയപ്പ് നൽകിയില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ ദുഃഖാചരണം കാരണം അത് ഒഴിവാക്കി എന്ന രീതിയിലേക്ക് അത് മയപ്പെടുത്താനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ന് ആ പദവി ഒഴിഞ്ഞ് ഗവർണർ മടങ്ങുമ്പോൾ, ബീഹാറിലെ ഗവർണറായി മാറുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്നും തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും സർക്കാരുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണ നിലയിലാണെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൊട്ടിത്തെറിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് വളരെ പക്വമായ രീതിയിലുള്ള മറുപടികൾ നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനും അതിനൊപ്പം തന്നെ ADGP മനോജ് എബ്രഹാമും അവസാന നിമിഷം ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവിടെ എത്തിയിരുന്നു. ഇന്നലെയും ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഗവർണറെ കണ്ട് ഉപഹാരങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. ഇന്ന് യാത്രയേക്കാൻ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് രാജ്ഭവനിലേക്ക് എത്തിയത്. മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ എത്തിയില്ല. പക്ഷേ അതിലുള്ള അനിഷ്ടമൊന്നും ഗവർണർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. സംസ്ഥാനവുമായി അടുത്ത ബന്ധം പുലർത്തുമെന്ന് പറയുകയും വിവാദങ്ങൾക്ക് തൽക്കാലമില്ല എന്ന് വാക്കുകൾ അങ്ങനെ അവിടെ ഉപസംഹരിച്ച് ഇന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് തിരിക്കും. കൊച്ചിയിൽ നിന്ന് ദില്ലിയിൽ നിന്നും ബീഹാറിലെ പട്നയിലേക്ക് അങ്ങനെയാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 1-ാം തീയതി തന്നെ പുതിയ ഗവർണർ എത്തും ബീഹാറിൽ നിന്നും, 2-ാം തീയതി ചുമതലയേൽക്കും. ആ രീതിയിലാണ്. പക്ഷേ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള ഒരു ശീതസമരമുണ്ട്. ആ ശീതസമരം ഇപ്പോഴും അവസാനിക്കാതെയാണ് ഗവർണർ തിരിച്ചു പോകുന്നത്. സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഗവർണറുള്ള ഒരു അതൃപ്തി അവർ നിലനിർത്തുന്നു. ഗവർണർ ഇന്ന് തിരിച്ചു പോകുമ്പോൾ പോലും അവഗണിക്കുക എന്ന ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ ആ അതൃപ്തി തന്നെയാണ്. കാരണം സർക്കാരുമായി നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം ഗവർണർ സ്വീകരിച്ച നിലപാടുകൾ, ഒപ്പം നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പുവെക്കാതിരുന്നത്, അങ്ങനെ തുടങ്ങിയ മന്ത്രിമാരിൽ ഗവർണർ അവിശ്വാസം രേഖപ്പെടുത്തിയത് അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ സർക്കാരുമായുള്ള വാക്പോരിന് വഴിയൊരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു തർക്കം നിലനിർത്തുകയും രാജ്ഭവനിലേക്ക് LDF പലവട്ടം സമരങ്ങൾ നടത്തുകയും ചെയ്തു ഗവർണറുടെ നിലപാടിനെതിരെ. SFI ആണെങ്കിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം സർവകലാശാലയിലേക്ക് ഗവർണർ കേരള സർവകലാശാലയിൽ എത്തുമ്പോൾ വലിയ പ്രതിഷേധം നടത്തിയത് കണ്ടതാണ്. അങ്ങനെ തുടങ്ങിയ വലിയ പ്രതിഷേധങ്ങളും അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അടക്കം കേരളം കണ്ടതാണ്. അങ്ങനെ ഒരു ശീതസമരം നിലനിൽക്കുമ്പോഴാണ് ഗവർണർ ബീഹാറിലേക്ക് പോകുന്നത്, കേരളത്തിൽ നിന്നും മടങ്ങുന്നത്. പക്ഷേ മടങ്ങുമ്പോൾ ഒരു തരത്തിലും ഔപചാരികമോ അനൗപചാരികമായ ഒരു യാത്രയെ പോലും ഗവർണർക്ക് സംസ്ഥാനം നൽകുന്നില്ല, സർക്കാർ നൽകുന്നില്ല, മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ എത്തുന്നില്ല. കഴിഞ്ഞതിന് P സദാശിവം കേരളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള യാത്രയപ്പ് നൽകി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിമാനത്താവളത്തിലെത്തി സദാശിവത്തിന് യാത്രയപ്പ് നൽകി. ഒരുപക്ഷെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിന് ദുഃഖാചരണം കാരണം ഈ യാത്രയപ്പ് ഒഴിവാക്കുമ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ രാജ്ഭവനിലെത്തി ഒരു യാത്രയപ്പ്, ഒരു യാത്രാമംഗളം നേരുക, ഉപഹാരം നൽകി അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായും സർക്കാർ ആ നിലപാട് വ്യക്തമാക്കിയാണ്. സംഘർഷഭരിതമായ കാലത്തിന് ശേഷം സർക്കാരും ഗവർണറും തമ്മിലുള്ള സംഘർഷഭരിതമായ കാലം അവസാനിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നു. മലയാളത്തിൽ കേരളത്തിനോട് നന്ദി പറഞ്ഞാണ് അദ്ദേഹം എയർപോർട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. യാത്ര അയക്കാൻ മുഖ്യമന്ത്രിയുമില്ല, മന്ത്രിമാരുമില്ല. ഇടവേള.